ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. രാവിലെ തന്നെ എന്താ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് ചോദിച്ചാൽ 2-3 ദിവസമായി വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ കുറച്ചും കൂടി ദിവസങ്ങൾ കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നതാണ്. ഇനി കാത്തിരിക്കാനുള്ള ദിവസങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്നൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതി. എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കോഴിക്കോട് ജില്ല വിട്ട് മറ്റ് ജില്ലകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ഞങ്ങളെ ഒന്ന് അറിയിക്കണേ, ഏതെങ്കിലും രീതിയിൽ അറിയിക്കണേ, നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പം ഞാൻ കോഴിക്കോട് ജില്ല വിട്ടിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് എന്നാണ് സാരം പറയുന്നത്. എന്താ വെച്ചാൽ ഞാൻ 10-ാം തീയതി കൊല്ലത്തുണ്ടാവും. 10-ന് കൊല്ലം മാത്രമല്ല തിരുവനന്തപുരത്തും ഉണ്ടാവും. 11-ാം തീയതി ഞാൻ തിരിച്ചു പോരുള്ളൂ. അപ്പോൾ പർദ്ദയും ഹിജാബൊക്കെ ഇട്ട് വരേണ്ട ആൾക്കാർക്കൊക്കെ വന്നു പോകാവുന്ന ഒരു 2 ദിവസത്തെ സമയമുണ്ട്. നിങ്ങൾക്ക് വേണേൽ ആലോചിച്ച് പർദ്ദയും ഹിജാബൊക്കെ ഇട്ട് വന്ന് ആലോചിച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തന്നാൽ എനിക്കും കൂടി അതൊരു ഉപകാരമാവുമായിരുന്നു എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കൊല്ലത്ത് എന്താണ് പരിപാടി, തിരുവനന്തപുരത്ത് എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ സർപ്രൈസ് ആയിട്ട് അവിടെ കിടക്കട്ടെ. ഞാൻ ഇവിടുന്ന് പോകുന്നത് 9-ാം തീയതിയാണ്. അവിടെ 10-ാം തീയതി എത്തും. 10-ാം തീയതി അവിടെ 2 പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് 11-ാം തീയതിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്നോട് തിരുവനന്തപുരത്ത് പോരുകയാണെങ്കിൽ അല്ലെങ്കിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരണേന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുകയും ചെയ്യൂല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാവുമ്പം എന്നെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്നെ വാട്സപ്പിൻ്റെ അകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി. സമയവും കാര്യങ്ങളും ഞാൻ എവിടെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്തേക്ക് അങ്ങോട്ട് എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കാണാൻ അവസരമുണ്ടാവും. ഞാൻ വലിയ ആളായിട്ടൊന്നും പറയല്ല, എന്നെ ഒത്തിരി പേര് ആൾക്കാർ കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പോകേണ്ടത് കൊല്ലമല്ല, ഞാൻ കൊല്ലത്തേക്കാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് കൊല്ലത്തേക്ക് തന്നെ പോവും. അപ്പം അതിനുള്ള അവിടെ എല്ലാ സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ എൻ്റെ ഫ്രണ്ട് അവിടെ റെഡിയാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഏതാ എങ്ങനെയാണെന്നൊന്നും പറയാൻ എനിക്ക് അവരെ എയറിൽ കയറ്റാനും താല്പര്യമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ കൊണ്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ് ഈ പോകാനുള്ള. ഞാൻ ഇതിനു മുമ്പ് ഒരു ലെഹങ്ക എടുത്തല്ലോ, അതൊക്കെ പോകാനുള്ള കാര്യം കൊണ്ടാണ്. അപ്പോൾ അകറ്റി നിർത്തുന്ന ആൾക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ചേർത്ത് നിർത്തുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്ന ഒരു പോക്കാണ് ഞാനിത്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇതേപോലെ എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വീഡിയോ എടുക്കാൻ വിരോധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക. കാരണം 10 പേര് അറിയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാം കേട്ടോ. കാരണം ഞാൻ എല്ലാവരും അറിയണം എന്നുള്ള ആ ഒരു അറിയാമല്ലോ, എന്നെ നെഗറ്റീവ് മാത്രമാണ് എല്ലാവരുടെയും ഒരു ചിന്താഗതി. പോസിറ്റീവ് ഉണ്ട് എന്നുള്ളത് അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് വീഡിയോക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വരിക എന്ന് അങ്ങനെ മാത്രം ഞാൻ പറയില്ല. നിങ്ങൾക്ക് വീഡിയോക്ക് താല്പര്യമില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ കാണാൻ വരാം. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാനും പോകുന്നില്ല. പക്ഷേ ചിലരൊന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനൊരു വാക്ക് പറഞ്ഞത്. പോസ്റ്റ് ചെയ്യണ്ടെങ്കിൽ ചെയ്യുന്നുമില്ല കേട്ടോ. എന്നെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച് അയ്യോ അവളടുത്ത് ചെന്നാൽ അവൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമല്ലോ, വീഡിയോസിന് താഴെ മുഴുവനും നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമാണല്ലോ വരുന്നത്, അയ്യാ അത് നമുക്ക് വിഷമാവുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോട് പറയാണ്, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ എൻ്റെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്തും കമൻറ്റിൻ്റെ എണ്ണം എത്ര എന്നുള്ളതും ലൈക്കിൻ്റെ എണ്ണം എത്ര എന്നുള്ളതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും
എനിക്ക് ഹേറ്റേഴ്സാണോ അല്ലെങ്കിൽ കമൻറ്റ് ട്രോളികളാണോ കൂടുതലുള്ളത് എന്നുള്ളത്. ഏതൊരു വീഡിയോ എടുക്കുന്ന സമയത്തും അതിൻ്റെ കമൻറ്റിൻ്റെ എണ്ണം എത്ര എന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ ലൈക്കിൻ്റെ എണ്ണം എത്ര എന്നുള്ളതും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ സ്നേഹിക്കുന്നവരാണോ എന്നെ വെറുക്കുന്നവരാണോ കൂടുതലുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കാൻ വേണ്ട. ഞാൻ വീഡിയോ ചെയ്ത് എല്ലായിടത്തും പോസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും എന്നേ ഉള്ളൂ. അതുകൊണ്ട് കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, പത്തനംതിട്ട എന്ന് വെച്ചാൽ ഈ 3 സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ശോഭക്കൊയ്കെ ആർക്കെങ്കിലും എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എവിടെയാണ് എന്താണെന്നുള്ളതും ഏതാ പ്രോഗ്രാം എന്നുള്ളതും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കൊല്ലം മാത്രമല്ല പത്തനംതിട്ടയും ഞാൻ പോകുന്നുണ്ട്. 3 കൂടി കവർ ചെയ്യാണ്. നമുക്ക് വാഹനം റെയിൽവേ സ്റ്റേഷനിൽ വരും. ബാക്കിയൊക്കെ വാഹനത്തിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് വലിയ എന്താ പറയുക, ടയേർഡ് ആവേണ്ട ഒരു ചാൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ അത് നടന്നതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി. കാരണം അതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. അതുകൊണ്ട് അത് നടന്നതിന് ശേഷം മാത്രം പറയാണ്. ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ എണ്ണം കുറയും. കാര്യം ഇത് തന്നെയാണ്, എനിക്കിങ്ങനെ പോകാനുള്ളതും വർക്ക് ചെയ്യാനുള്ളതും ഒക്കെ ആയതുകൊണ്ട് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. വർക്കിൻ്റെ 2026 ഫോട്ടോൻ്റെ ഓർഡർ കഴിഞ്ഞ വർഷത്തെ പോണൊന്നുമല്ല, ഈ വർഷം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഒരുപാട് എണ്ണം കൂടിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പോസിറ്റീവായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതിന് തന്നെ സ്പെഷ്യൽ നന്ദി പറയാം കേട്ടോ. ഞാൻ നിങ്ങളോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ നന്ദി പറയാം. അപ്പോൾ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ 3 ഇടങ്ങളിൽ നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കാം. 10-ാം തീയതി മാത്രം. 9-ാം തീയതിയേ ഞാൻ ഇവിടുന്ന് പോരുള്ളൂ. 10-ാം തീയതി അവിടെ എത്തും. 3 സ്ഥലങ്ങൾ ഒരു ദിവസം കൊണ്ട് എനിക്ക് കവർ ചെയ്യാനുള്ളതാണ്. 11-ാം തീയതി രാവിലെ 6 മണിക്ക് ഞാൻ പോരും. പിന്നെ പ്രത്യേകിച്ച് ഈ ടിക്കറ്റുകളൊന്നും കൺഫേം അല്ല, ഒക്കെ വെയിറ്റ് ലിസ്റ്റിലാണ്. വെയിറ്റ് ലിസ്റ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് എന്ന് വിചാരിക്കുന്നു. 16-ഉം 17-ഉം ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കാറെടുത്ത് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അതും വിഷയമില്ല. എങ്ങനെയായാലും ഈ പ്രോഗ്രാമൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. പ്രോഗ്രാം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോ പലരിലേക്കും എത്തുന്നില്ല. എത്താൻ വളരെ ലേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോസ് വരാൻ ലേറ്റ് ആവുന്നത്. ഇത് ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ ഒന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ പറയാണ്. ബൈ ഫ്രം ജസ്ന സലീം.